പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ജോൺ വെസ്ലി എന്ന ദൈവദാസനെക്കുറിച്ചുള്ള ചില സംഭവങ്ങളെപ്പറ്റി ഞാൻ തുടർച്ചയായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിൽ ജനിച്ച് ദൈവത്തിന് ഉത്തമമായ ശുശ്രൂഷ ചെയ്തയാളാണ്. 2,50,000 മണിക്കൂറുകൾ അദ്ദേഹം കുതിരപ്പുറത്ത് സവാരി ചെയ്ത് ശുശ്രൂഷ നടത്തി ദൈവത്തിന്റെ സുവിശേഷം ജനങ്ങളെ അറിയിച്ചിരിക്കുന്നു. 40,000 പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയല്ലേ? അദ്ദേഹം ആദ്യമായി പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ആരും ചർച്ചിൽ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ എന്റെ വാക്കുകൾ പ്രസംഗിക്കേ എന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. എവിടെ പ്രസംഗിക്കും, ഒരു ചർച്ചിലും എന്നെ അനുവദിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്റെ പിതാവിന്റെ കല്ലറയുടെ മുകളിൽ നിന്നുകൊണ്ട് ആദ്യം പ്രസംഗിച്ചു. അത് കേട്ട അനേകം ജനങ്ങൾ മാനസാന്തരപ്പെടുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം വയലുകളിലുള്ള ജനങ്ങളെ സമീപിച്ചു, ഗ്രാമങ്ങളിലും തെരുവുകളിലുമുള്ള ജനങ്ങളെ സമീപിച്ചു. ആ കാലത്ത് തുരങ്കങ്ങളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ കണ്ട് സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരുന്നു. തന്റെ 88-ാമത്തെ വയസ്സിൽ തന്റെ ഓട്ടത്തെ വിജയകരമായി പൂർത്തിയാക്കി. ഇംഗ്ലണ്ടിലെ ലണ്ടനിലുള്ള ജോൺ വെസ്ലി ചാപ്പലിന്റെ പുറകിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്ത കല്ലറ സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം കാണുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവുന്നു. ഞാനും ഇതുപോലെ എന്റെ ഓട്ടത്തെ വിജയകരമായി അവസാനിപ്പിക്കണമല്ലോ. ഞാനും ആ ദേവദാസനെ പോലെ എന്റെ ഓട്ടത്തെ ഓടിത്തീർത്ത് സന്തോഷത്തോടെ യജമാനനെ കാണണമെന്ന ഒരു ചിന്ത. നമുക്കെല്ലാവർക്കും ഈ ചിന്ത ഉണ്ടായിരിക്കണം. ഇന്ന് നാം ലോകത്തിൽ ജീവിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ മരണത്തെ നേരിടേണ്ടി വരും. മരണത്തെ നേരിട്ട ശേഷം നമ്മുടെ യജമാനനെ, ദൈവത്തെ കാണണം. അപ്പോൾ അദ്ദേഹം നമ്മെക്കുറിച്ച് എന്തു പറയും എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ്. യേശുക്രിസ്തു ഒരു വചനം പറയുന്നു. മത്തായി 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ യജമാനനാകുന്ന യേശു വരുന്ന സമയത്ത് തന്റെ ജോലിക്കാർ, യേശു നിയമിച്ച ജോലിക്കാരെ നോക്കി പറയുന്നു, അവരിൽ ഉത്തമനും സത്യസന്ധനുമായ കൂലിക്കാരനെ നോക്കി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്ക് എന്ന് ദൈവം പറയുന്നു. ഈയൊരു വാക്ക് കേൾക്കാനായിട്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഈയൊരു വാക്ക് ഒരു ദിവസം ഈ ലോകത്തിലെ ഓട്ടം പൂർത്തിയാക്കി യജമാനനാകുന്ന യേശുവിന്റെ മുൻപിൽ പോയി നിൽക്കുന്ന സമയത്ത്, നല്ലവനും വിശ്വസ്തനുമായ ശുശ്രൂഷകനെ, ഞാൻ തന്ന ജോലി നീ വിശ്വസ്തയോടെ പൂർത്തിയാക്കി എന്നെ നോക്കി അഭിമാനത്തോടെ യേശു പറയണം. അത് കേൾക്കാനായിട്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലും അതായിരിക്കണം ആഗ്രഹം. ഈ ലോകത്ത് സമ്പാദിച്ചതൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. നമ്മുടെ കൂടെ വസ്തുവകകൾ വരാൻ പോകുന്നുമില്ല. നാം ഉണ്ടാക്കിയ വീടോ നാം സമ്പാദിച്ച നിലമോ ഒന്നും നമ്മോടൊപ്പം വരാൻ പോകുന്നില്ല. എന്നാൽ യേശു തരുന്ന സാക്ഷ്യമാണ് ശാശ്വതവും നിരന്തരവുമായത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്ത് സാക്ഷ്യം നൽകാനാകും? അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാൻ നിങ്ങളെ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്താലും നേരോടെയും വിശ്വസ്തയോടെയും ചെയ്യണം. വെറും പണം സമ്പാദിക്കാനും പ്രശംസ സമ്പാദിക്കാനും കംഫർട്ടബിളായി ജീവിക്കാനും നമുക്ക് സ്വത്തുക്കൾ വാങ്ങി ജീവിതത്തിൽ സെറ്റിലാവാം എന്ന് കരുതി ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. യേശുവിന്റെ ആഗ്രഹം നിറവേറ്റണം. യേശുവിന്റെ രാജ്യം കെട്ടിപ്പടുക്കണം. ആത്മാക്കളെ രക്ഷിപ്പിലേക്ക് വഴി നടത്തണമെന്ന ഭാരത്തോടെ നിങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയാക്കിയാൽ നമ്മെക്കുറിച്ചും യേശു സാക്ഷ്യം പറയും. ആ ആഗ്രഹത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളെ സമർപ്പിക്കുവിൻ. നിങ്ങൾ ജോലി ചെയ്താലും പഠിച്ചുകൊണ്ടിരുന്നാലും ശുശ്രൂഷ ചെയ്താലും ദൈവത്തിനായി ശുശ്രൂഷ ചെയ്യണം. എല്ലാവർക്കും സുവിശേഷം അറിയിക്കണം. അപ്പോൾ ഒരു ദിവസം ദൈവം പറയും, ഈ ലോകം വിട്ട് നിങ്ങൾ മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരസ്ഥനും വിശ്വസ്തനുമായി എന്റെ ശുശ്രൂഷകയെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയും. ആ ഉറപ്പ് ഇന്ന് നമുക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇന്ന് നിങ്ങളെ സമർപ്പിച്ചുകൊള്ളൂ. നേരുള്ളവരും വിശ്വസ്തരുമായി, അതായത് കുറ്റമില്ലാത്തവനായും നേരുള്ളവനുമായി ജീവിക്കാൻ ഞാൻ ശുശ്രൂഷ ചെയ്യും എന്ന് നിങ്ങളെ സമർപ്പിക്കുവിൻ. അപ്പോഴേ സന്തോഷവും ആനന്ദവും ആശീർവാദവുമുള്ള ജീവിതം ജീവിക്കാനാവൂ. ഈ ലോകത്തിലെ ഓട്ടം പൂർത്തിയാക്കി സന്തോഷത്തോടെ സ്വർലോക ഭാഗ്യത്തെ അനുഭവിക്കാൻ സാധിക്കും. ആ അനുഭവത്തോടെ നിങ്ങളെ സമർപ്പിച്ച് ജീവിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കൂ. ദൈവമേ, ജോൺ വെസ്ലിയുടെ ജീവിതത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങേയ്ക്കായി വിജയകരമായി തന്റെ ഓട്ടത്തെ ഓടിത്തീർത്ത ദൈവദാസനായി സ്തോത്രം. ഞങ്ങളും ഒരു ദിവസം ഓട്ടം പൂർത്തിയാക്കി വരുമ്പോൾ നേരസ്ഥനും വിശ്വസ്തനുമായ ദാസനെ എന്ന് അങ്ങ് ഞങ്ങളെപ്പറ്റി പറയണം എന്നാഗ്രഹിച്ചു. അങ്ങനെയുള്ള ഒരു ജീവിതത്തിനും ശുശ്രൂഷയ്ക്കുമായി എന്നെയും ഞങ്ങളെയും സമർപ്പിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റെഡീംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പുതിയ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ